നമസ്കാരം. വെളിച്ചെണ്ണയിലെ മായം ചേർക്കൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോഗ്യ വിഷയങ്ങൾ നമ്മൾ കേൾക്കാവുന്ന എത്രയോ നാളായി ചർച്ചകൾ ചെയ്യുന്നു. എത്രയോ ബ്രാൻഡുകൾ ഗവൺമെൻറ് നിരോധിച്ചിട്ടുണ്ട്. പക്ഷേ പഞ്ച് ഇപ്പോഴും തിരുനക്കര തന്നെയാണ്. ആ നിരോധിച്ച ബ്രാൻഡുകൾ തന്നെ അല്ലെങ്കിൽ മറ്റു പല പേരിലൊക്കെ ഉൽപ്പാദിപ്പിച്ച് മാർക്കറ്റിൽ എത്തിക്കുന്നുണ്ട്. നമുക്ക് മനസ്സിലാക്കുക, നമുക്ക് വെളിച്ചെണ്ണയുടെ ഉപയോഗം ഒത്തിരി ആവശ്യമാണ് അല്ലേ, ഒത്തിരി ഉണ്ട്. അതുകൊണ്ട് തന്നെ വ്യാജന്മാർ എപ്പോഴും ഉണ്ടാവും. നമ്മൾ പൈസ കൊടുത്തിട്ട് എന്തിനാണ് മാർക്കറ്റിൽ നിന്ന് രോഗം വാങ്ങുന്നത്? എല്ലാവരും ഇങ്ങനെയാണെന്നല്ല കേട്ടോ, നല്ല ബ്രാൻഡുകളും ഉണ്ട്, അത് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ശ്രമിച്ചാൽ നമുക്ക് അല്പം നല്ല വെളിച്ചെണ്ണ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ സാധിക്കും. തെങ്ങ് കൃഷി ഉള്ളവർ പോലും ഇതൊന്നും ചെയ്യുന്നില്ലെന്ന് കേൾക്കുമ്പോഴാണ് വിഷമം തോന്നുന്നത്. അപ്പോൾ നമ്മൾ തെങ്ങ് കൃഷി ഇല്ലയെന്ന് വിചാരിക്കുക, അവിടെ തന്നെ തേങ്ങ ഉൽപ്പാദനം ഇല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ നിന്ന് നല്ല കൊപ്ര വാങ്ങാൻ കിട്ടും. കൊപ്രയിൽ വലിയ മായമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അത് നമ്മൾ പ്രോസസ്സിങ് സമയത്ത് കുപ്പിയിലാക്കുമ്പോൾ പാക്ക് ചെയ്യുമ്പോഴൊക്കെയാണ് ഇത് പലതും ചേർക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു 7 കിലോ കൊപ്ര പുറത്തുനിന്ന് വാങ്ങാമെന്ന് ചോദിക്കും. അപ്പം ഇത് 7 കിലോ ഉണ്ട്. ഒരു അവധി ദിവസം അതിനോടെ ചിലവഴിച്ചേക്കണമെന്നേ. അവർ എന്നിട്ട് ചെറുതായിട്ട് ഓൾറെഡി ഉണങ്ങിയിട്ടുണ്ടാവും, ചെറുതായിട്ട് മുറിച്ച് നമ്മൾ പായയിലൊക്കെ ഇട്ടുന്ന ഉണക്കണം. ഒന്നോ രണ്ടോ തവണ ഇങ്ങനെ ഉണക്കണം. ഉണക്കിയിട്ട് നമ്മൾ നേരെ മില്ലിൽ കൊണ്ട് ആട്ടിക്കഴിഞ്ഞാൽ ഒരു 7 കിലോ ഉണക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു 6 ലിറ്റർ വെളിച്ചെണ്ണ, 6 ലിറ്റർ വെളിച്ചെണ്ണ കിട്ടും. ഒരു 6 ലിറ്റർ വെളിച്ചെണ്ണ ഒരു ആവറേജ് കുടുംബത്തിന് ഒരു എന്തായാലും 5-6 മാസത്തേക്ക് കിട്ടുമല്ലോ വെളിച്ചെണ്ണ. അത് കഴിഞ്ഞ് വീണ്ടും ചെയ്തേക്കണം. നമ്മൾ അത് കുപ്പിയിലേക്ക്, അടിയിൽ മട്ടൊക്കെ ഉണ്ടാവും, കുപ്പിയിലേക്ക് ആക്കുമ്പോൾ നമ്മൾ കുറച്ച് നാൾ ഇരിക്കണമല്ലോ, അത് കേടാകാതിരിക്കാൻ ഞങ്ങളുടെ മാതാപിതാക്കൾ പഠിപ്പിച്ചതാട്ടോ. അതുകൊണ്ട് തന്നെ 2-3 കല്ലുപ്പ് ഇട്ടേക്കുക, ഓരോ കുപ്പിയിലിട്ടേക്കുക. അതിന് കൂടെ വേണമെങ്കിൽ 2-3 കുരുമുളകല്ലേ, കുരുമുളക് നല്ലതാണ്, സ്മെല്ലും പോകാണ്ടിരിക്കാനും കേടാകാതിരിക്കാനും 2-3 കുരുമുളകും കൂടെ അടച്ചു വെച്ചാൽ നമുക്ക് ആവശ്യാനുസരണം എടുക്കാം. സത്യം പറഞ്ഞാൽ ഇതേപോലെ ശ്രമിച്ചാൽ നമുക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ വീട്ടിൽ തന്നെ തയ്യാറാക്കാം. നമ്മൾ എന്തിനാണ് പൈസ കൊടുത്ത് രോഗങ്ങൾ വാങ്ങുന്നത്? അപ്പോൾ എത്ര സമയത്തിരക്കുള്ളവരാണെങ്കിൽ പോലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.